എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഒരു പുതിയ കാര്യം ടാക്സിൻ്റെത് കണ്ടതാണ്. അത് എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ടാക്സ് അടയ്ക്കാനായിട്ട് ഞാനിപ്പോൾ 1 വർഷമായിട്ട് ടാക്സ് അടച്ചിട്ടില്ല. ഓൺലൈനാണ് അടച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ വേറൊരു സൈറ്റിലാണ് ഞാനിത് അടച്ചുകൊണ്ടിരുന്നത്. ഈ സൈറ്റ് സഞ്ജയ എന്ന സൈറ്റിൽ നമ്മൾ ക്വിക്ക് പേ ക്ലിക്ക് ചെയ്ത് നമ്മളിവിടെ വന്നാണ് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ടാക്സ് അടയ്ക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ വന്നിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്യാമായിരുന്നു. നമുക്ക് എറണാകുളം സെലക്ട് ചെയ്യാം. പക്ഷേ ഇന്ന് നോക്കിയപ്പോൾ അവിടെ ഗ്രാമപഞ്ചായത്ത് മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ബാക്കി ഒന്നും നമുക്ക് കോർപ്പറേഷൻ ലിമിറ്റിലുള്ള വാർഡുകളൊന്നും നമുക്ക് സെലക്ട് ആവുന്നില്ല. അങ്ങനെയാണ് ഞാൻ ഇവരെ വിളിച്ചത്. അപ്പോൾ കോർപ്പറേഷനിൽ വിളിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു പുതിയ കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് കെ സ്മാർട്ട് എന്ന് പറഞ്ഞ ഒരു പുതിയ വെബ്സൈറ്റാണ്, ksmart.lsg കേരള. അപ്പോൾ കെ സ്മാർട്ട് എന്ന് പറഞ്ഞ് നമ്മളൊന്ന് ഗൂഗിൾ ചെയ്യുമ്പോൾ നമ്മൾ ഈ സൈറ്റിലെത്തും. അവിടെ വന്നിട്ട് നമ്മൾ സ്ക്രോൾ ഡൗൺ ചെയ്ത് ടാക്സ് സർവീസസിൽ വന്ന് നമുക്ക് പേ ടാക്സസ്, ക്വിക്ക് പേ ടാക്സസിൽ വന്നു കഴിഞ്ഞ് നമ്മൾ ഇതുപോലെ ഡിസ്ട്രിക്റ്റ് എറണാകുളം, ലോക്കൽ ബോഡി മുനിസിപ്പൽ കോർപ്പറേഷൻ, ലോക്കൽ ബോഡി നെയിം കൊച്ചി, എടപ്പള്ളി ഓഫീസ് സോണൽ ഓഫീസ്, വാർഡ് ഇയർ 2013 ആൻഡ് വാർഡ് വെണ്ണല അടിച്ചു കഴിയുമ്പോൾ എന്നിട്ട് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് താഴെയായിട്ട് പേരും നമ്മുടെ ഡീറ്റെയിൽസ് അവിടെ വരുന്നുണ്ട്. എത്രയാണ് ബാലൻസ് എന്ന് നമുക്കിവിടെ കാണിക്കുന്നുണ്ട്, ഡ്യൂ കാണിക്കുന്നുണ്ട്. എനിക്കൊരു വർഷത്തെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പേ നൗവിൽ ക്ലിക്ക് ചെയ്യുക. പേ നൗവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് വർക്ക് ചെയ്യും എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ പുതിയ പേജിലോട്ട് അത് പോവുകയാണ്. അതിനകത്ത് വളരെ ക്ലിയറായിട്ട് ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് ഇതുവരെ പേ ചെയ്തിട്ടില്ല എന്ന് കാണിക്കുന്നു. എമൗണ്ട് വിഷ് ടു പേ അടിക്കുക. അതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അത് ജനറേറ്റ് ആയിട്ടുണ്ട്. മൊബൈൽ നമ്പർ അടിക്കുക. അടിച്ചതിന് ശേഷം പേ നൗ ക്ലിക്ക് ചെയ്യുമ്പോൾ ആർ യു ഷുവർ യു വോണ്ട് ടു പേ നൗ? അപ്പോൾ അടുത്ത പേജിൽ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം വന്നു. അത് കഴിഞ്ഞ് പേ നൗ ക്ലിക്ക് ചെയ്യുക. എമൗണ്ട് പേ IKM പേയ്മെൻറ്റ് ഗേറ്റ്വേ, ഇത് കാനറ ബാങ്കിൻ്റെയാണ്. അത് ക്ലിക്ക് ചെയ്യുന്നു. പ്രൊസീഡ് ടു പേയ്മെൻറ്റ് അടിക്കുന്നു. അങ്ങനെ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്തു. നമ്മുടെ ഇപ്പം നമ്മൾ അതിൻ്റെ കൺഫർമേഷൻ പേജ് നമുക്കത് പ്രിൻ്റ് ചെയ്യാം, എന്നിട്ടത് സൂക്ഷിക്കാം. അപ്പോൾ ഇതാണ് പ്രൊസീജിയർ. ഇത് അറിഞ്ഞൂടാത്തവർക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻവോയ്സ് അല്ലെങ്കിൽ റെസീപ്റ്റ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും അല്ലെങ്കിൽ ചില ആളുകൾക്കെങ്കിലും അറിയാത്ത കെ സ്മാർട്ടിനെ കുറിച്ച് ഇതുവരെ കേൾക്കാത്തവർക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു.